ഈ സിറിയയിൽ അധികാരം പിടിച്ചെടുത്ത വിമത സംഘമായ ഹയാ തഹ്രീർ അൽ ഷാം അഥവാ HTSനെ നയിക്കുന്നത് അബു മുഹമ്മദ് അൽ ജുലാനി എന്ന 42-കാരൻ. ആരാണ് ഈ ജുലാനി? അൽഖ്വയ്ദയുമായിട്ട് ബന്ധം വയ്ക്കുന്ന ഒരു അന്താരാഷ്ട്ര ഭീകരനാണോ? എന്താണ് ഇയാളുടെ പശ്ചാത്തലം? ഇതാ ഈ റിപ്പോർട്ട്. സിറിയയിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അബു മുഹമ്മദ് അൽ ജുലാനി എന്ന 42-കാരൻ ഹയാ തഹ്രീർ അൽ ഷാം അഥവാ HTS സ്ഥാപിച്ചത്. സിറിയയിൽ ബഷാർ അൽ അസദിന്റെ പിതാവായ ഹാഫിസ് അൽ അസദിന്റെ ഭരണകാലത്ത് ജയിലിൽ അടയ്ക്കപ്പെടുകയും പിന്നീട് സൗദിയിൽ അഭയം തേടുകയും ചെയ്ത അറബ് ദേശീയവാദിയായ ഹുസൈൻ അൽ ഷറായുടെ മകനാണ് അബു മുഹമ്മദ് അൽ ജുലാനി എന്ന് വിളിപ്പേരുള്ള അഹമ്മദ് ഹുസൈൻ അൽ ഷറ. 1982 സൗദിയിലെ റിയാദിൽ ജനിച്ച ജുലാനി 7-ാം വയസ്സിൽ കുടുംബത്തിനൊപ്പം സിറിയയിലെ ദമാസ്കസിലേക്ക് തിരിച്ചെത്തുകയായിരുന്നു. 2001 സെപ്റ്റംബർ 11 ആക്രമണങ്ങൾക്ക് പിന്നാലെയാണ് തീവ്രവാദാശയങ്ങളിൽ ജുലാനി ആകൃഷ്ടനായത്. അമേരിക്ക ഇറാഖിനെ ആക്രമിച്ചതിനെ തുടർന്ന് 2003 ജുലാനി ഇറാഖിലെത്തി അൽഖ്വയ്ദയിൽ ചേർന്നു. 2006 അമേരിക്കയുടെ പിടിയിലായ ജുലാനി 5 വർഷക്കാലം ജയിലിലായിരുന്നു. 2011 മാർച്ചിൽ സിറിയയിൽ ബഷാർ അൽ അസദിനെതിരെയുള്ള പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ജുലാനി സിറിയയിലേക്ക് മടങ്ങി ജബത്ത് അൽ നുഷ്ര എന്ന പേരിൽ അൽഖ്വയ്ദയുടെ ഘടകം സ്ഥാപിക്കുകയായിരുന്നു. അബൂബക്കർ അൽ ബാഗ്ദാദിയുമായി യോജിച്ചു പ്രവർത്തിച്ചെങ്കിലും ഇസ്ലാമിക് സ്റ്റേറ്റ് രൂപീകരണത്തെ തുടർന്ന് 2013 ബന്ധമുപേക്ഷിച്ച് അൽഖ്വയ്ദയുടെ ഐമാൻ അൽ സവാഹരിയോട് ഐക്യപ്പെട്ടു. 2016 ഗ്രൂപ്പിനെ ജബത്ത് ഫത്തേ അൽ ഷാം എന്ന് പുനർനാമകരണം ചെയ്യുകയും 2017 പല വിഭാഗങ്ങളുമായി ചേർന്ന് HTS രൂപീകരിക്കുകയും ചെയ്തു. തുടർന്ന് അൽഖ്വയ്ദയിൽ നിന്നകന്ന് മിതവാദി പ്രതിച്ഛായയിലേക്ക് മാറിയ ജുലാനി ഒരു രാഷ്ട്രീയ നേതാവിന്റെ കുപ്പായം അണിയുകയായിരുന്നു. നീളൻ കുപ്പായവും താടിയും ഉപേക്ഷിച്ചു. സ്ത്രീകൾക്ക് ശിരോവസ്ത്രം നിർബന്ധമല്ലെന്നും ക്രിസ്ത്യാനികളെ സംരക്ഷിക്കുമെന്നും പറയുന്നുണ്ടെങ്കിലും ആത്യന്തികമായി ജുലാനിയുടെ ലക്ഷ്യം അൽഖ്വയ്ദയുടെ തന്നെയാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. റിസർച്ച് ഡെസ്ക് 24.